ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എത്രയോ വട്ടം ചെക്ക് പോസ്റ്റ് ചേർത്തിരിക്കുന്നു, എത്ര പോലീസുകാരെ കൊന്നിരിക്കുന്നു. പക്ഷെ ആരും നമ്മുടെ കഞ്ചാവിലാറ് ഇന്നുവരെ പിടിച്ചിട്ടില്ല. താടി നീട്ടി വളർത്തിയ ഒരു തടിയനാണ് അത്രേ നമ്മുടെ ഡ്രൈവറെയും വെച്ച് ഇടിച്ചു തെറിപ്പിച്ചത്. അതാരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒക്കെ CID-കളാവും. അനന്താ, പറയുമ്പോ വിഷമം തോന്നരുത്. നീ എന്ന് എന്റെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. പ്രഭാകര, ശവത്തെ കുത്തരുത്. എല്ലാം നഷ്ടപ്പെട്ടൊരു പിച്ചാന്തേരിയായി നിന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ഒരു കള്ള പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒപ്പിച്ചതാ. ഇവിടെ ലക്ഷങ്ങൾ വെള്ളത്തിലായി കിടക്കുമ്പോഴാണ് അവന്റെ ഒരു പാസ്പോർട്ട്. ആ കുഞ്ഞിഷ്ണ, ആ ലാറിയിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാരോട് ഒളിവിൽ പോയിക്കൊള്ളാൻ പറ. ശരി, ഞാൻ ഗുരുവായൂർ വരെ ഒന്ന് പോവുക. നീ അതേ ഉള്ളു ഏക ആശ്വാസം. എന്റെ പാസ്പോർട്ട് പത്രത്തിൽ പേരുണ്ടായിരുന്നു ശോഭ പറഞ്ഞു. വലിയ വലിയ കള്ളന്മാരെയൊക്കെ CID പിടിച്ചു അല്ലേ? വായിച്ചായിരുന്നോ? ചിലപ്പോ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പേപ്പറിങ് എടുത്തു. എക്സ്പ്രസിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിടികൂടപ്പെട്ട കഞ്ചാവ് ലോറിക്കടുത്ത് CID രാംദാസനും സംഘവും എന്ന അടിക്കുറിപ്പോട് കൂടി. ഇതെങ്ങനെയാ കുഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നേ? അതമ്മേ, ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംശയം തോന്നുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആഹാ, മോനിങ്ങന്നേ, മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഒരു സൈക്കിൾ അത്യാവശ്യ. അന്നൊരു പുത്തൻ കുടം ഉണ്ടെന്നപ്പോ വാങ്ങിച്ചെന്നും കരുതി ഇപ്പൊ ഇതൊന്നും വേണ്ട. ഈ സൈക്കിളും കൊടുത്തേച്ച് CID ഇന്നങ്ങ് പോകും. നാളെ ഇത് പൊട്ടുവോ പൊളിയോ വല്ലതും ചെയ്താ പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങക്ക് കഴിയൂ? ആവശ്യമില്ലാത്ത ദുശീലൊന്നും കുട്ടിയെ പഠിപ്പിച്ചു. സാരമില്ല, കേസ് പിടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് വാങ്ങിപ്പോയതാ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കഥയാണല്ലോ വലുത്. തരക്കേടില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം നശിച്ച് ബന്ധുവീട്ടിൽ അടിച്ചുകളിക്കാരി നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഏക മകനാണ് ഞാൻ. അമ്മ മരിക്കുമ്പോൾ ഞാൻ മദ്രാശിയിൽ മേൽവിലാസമില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പട്ടിണിക്കാരനായിരുന്നു. കൂടുതലില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടില് ആരുണ്ടിപ്പോ? ഞാൻ വലിയ ആളായാൽ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായേക്കാം. തൽക്കാലം ആരുമില്ല. പോകാൻ ധൃതിയില്ല.